മിനിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്, പപ്സ്. വീട്ടിൽ നമുക്ക് എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അന്ന് മോക്ക് ഓഫ് ഡേ ആയിരുന്നുകൊണ്ട് മോള് പറഞ്ഞ് 4 മണിക്ക് നമുക്ക് പപ്സ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അന്ന് അവളാണ് കുക്ക് ചെയ്തത് കേട്ടോ. ഞാൻ കൂടെ നിന്നതേ ഉള്ളൂ, അവളാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അന്ന് പപ്സ് ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി ഒരു സബോള, നമുക്ക് സബോളയുടെ അളവ് പറയാനായിട്ട്, കാരണം നമ്മൾ എത്ര പപ്സ് ഉണ്ടാക്കുന്നോ അതനുസരിച്ചാണ് സബോളയുടെയൊക്കെ ക്വാണ്ടിറ്റി. അപ്പം നമ്മൾ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നതിന് അളവനുസരിച്ച് ഒരു വലിയ സബോള എടുത്തു. അത് നൈസായിട്ട് അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 കൂടെയാണ് നമ്മൾ ഇത് വഴറ്റിയെടുക്കേണ്ടത്. അപ്പം പപ്സൊക്കെ സാധാരണ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചല്ലേ കഴിക്കാറ്. അപ്പം ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുവാണ്, അതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാം, പിള്ളേർക്കും വലിയവർക്കും പപ്സ് ഇഷ്ടമാണ്. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ 4 മണി ചായ വാരല് വരുന്നു കണ്ടാൽ ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനമാണ് പപ്സ്. അപ്പം നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്കാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ സവോള നമ്മൾ വഴറ്റിയെടുക്കണം. ഒത്തിരി ചുമന്ന പോലെ വഴറ്റിയെടുക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ. ഒന്ന് വാട്ടി, അതായത് ബ്രൗൺ നിറമാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം അറിയാമല്ലോ പപ്സിനകത്തിരിക്കുന്ന സവോള വഴന്നതല്ലേ, അല്ലാതെ അങ്ങ് മുരിഞ്ഞിരിക്കുന്നതല്ലല്ലോ. അപ്പം അങ്ങനെ പപ്സ് ഉണ്ടാക്കാനായിട്ട്, അപ്പം പപ്സ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഓവൻ ആവശ്യമാണ്. കാരണം പപ്സ് ഓവനകത്ത് വെച്ചല്ലേ, അല്ലാതെ നമുക്ക് അടുപ്പിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ ഓവനൊക്കെ ഉള്ള വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് 4 മണിക്ക് നമുക്കൊന്ന്, കാരണം എന്ന് വെച്ചാൽ മുട്ട അതിനകത്തുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് തിന്നുമ്പോൾ അതും അവർക്കും ഒരു മുട്ട കഴിക്കാത്ത പിള്ളേർക്ക് പപ്സായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അത് കഴിച്ചെന്നിരിക്കുമല്ലോ. അപ്പം നമുക്ക് അതുണ്ടാക്കി അന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ഇതേ സബോള കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പും ഇട്ടു. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വഴന്ന് വരുമല്ലോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് സബോള പെട്ടെന്ന് വഴന്ന് വരുവേ. അപ്പോൾ ഇവിടെയാണേലും ഞങ്ങൾ കൂടുതൽ സാധനം കേട്ടോ, സമൂസയാണേലും പപ്സ് ആണേലും ഒക്കെ മോക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അപ്പോഴത്തെ പിള്ളേരൊക്കെ എല്ലാവരും തന്നെ പരീക്ഷണം നടത്താൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് എല്ലാവരും തന്നെ അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇതേ സബോള ഒരുമാതിരി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സബോള നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ശകലം മല്ലിപ്പൊടിയെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ കൂടെ തന്നെ മല്ലിപ്പൊടി, അതിലൂടെ പെരിഞ്ജീരകം, നമ്മൾ ഒരു നുള്ളു മതി കേട്ടോ, പെരിഞ്ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ വരാനും മാത്രം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി, മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കാവേ. അതൊക്കെ കൃത്യം ഇനി 1 സ്പൂൺ 2 സ്പൂൺ അല്ല, നമുക്ക് ഏകദേശം അളവ് അറിയാമല്ലോ, കൈയളവ് അതനുസരിച്ചാണ് ഇടുന്നത്. പിന്നെ കാശ്മീരി ചില്ലി, കാരണം പപ്സിനകത്തെ ആ ഫില്ലിങ്ങിന് ഒത്തിരി എരിവ് വേണ്ടല്ലോ, അതുകൊണ്ട് ഒരു കാശ്മീരി ചില്ലി. പിന്നെ നമുക്ക് ചെറിയ എരിവിന് വേണ്ടിയിട്ട് അല്ലാത്ത മുളക് പൊടി കുറച്ച് ശകലം ചേർത്താൽ മതി, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഒത്തിരി എരിവ് വേണ്ടല്ലോ. എന്നിട്ട് അത് നന്നായിട്ടൊന്നുകൂടെ ആ മുളകിൻ്റെ മല്ലിപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന പോലെ നമ്മളൊന്നുകൂടെ അത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2-3 മുട്ട പുഴുങ്ങി അത് പകുതി മുറിച്ച് വെക്കണേ. പകുതി ഒരു മുട്ടയായിട്ടല്ലല്ലോ പപ്സ് വെക്കുന്നത്. അപ്പോൾ അത് പകുതിയായിട്ട് ഈ സമയം കൊണ്ട് നമുക്കത് മുട്ടയും എന്താ മുറിച്ച് വെക്കാം. അതേണ്ട സബോളയൊക്കെ ഒരുമാതിരി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും വഴുന്നാൽ മതി, അല്ലാതെ ഒത്തിരി അങ്ങോട്ട് മൂക്കണ്ട. കാരണം ഒരു സബോളയുടെ ആ പച്ചപ്പങ്ങ് മാറിയാൽ മതി. ഇത് പേസ്ട്രി ഷീറ്റാണ് കേട്ടോ. ഇതെല്ലാം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ് പേസ്ട്രി ഷീറ്റ് എന്ന് പറയുന്നത്. അത് ഒരു 10 ആണ്ട് പായ്ക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓരോ പപ്സിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ പീസ് എടുക്കുന്നത് നമ്മൾ. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു മുട്ട അടിച്ച് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കണം, ഒരു മുട്ട, അതും മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ നമ്മളുണ്ടാക്കിയ ആ സബോളയുടെ അതാണ് ഫില്ലിങ്, അത് ഓരോ ഷീറ്റിലും ഇങ്ങനെ വയ്ക്കുക. ഇപ്പം എത്ര എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത്രയും ഓരോന്നിലും എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് ഒത്തിരി ഫില്ലിങ് വേണ്ടല്ലോ, കുറേശ്ശെ മതി ഫില്ലിങ്. അപ്പം അത്ര എണ്ണം വയ്ക്കുക.
വെച്ചതിന് ശേഷം നമ്മൾ ഓരോ മുട്ടയെടുത്ത് മുട്ട നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചേക്കുന്നത് ഈ ഫില്ലിങ്ങിനകത്തോട്ട് വയ്ക്കുക. അങ്ങനെ ഫില്ലിങ്ങിനകത്തോട്ട് അത് അതായത് മുട്ടയുടെ ഉണ്ണി ആ ഫില്ലിങ്ങെ മുട്ടുന്നത് പോലെ വേണം വെക്കാൻ. ഇങ്ങനെ തിരിച്ച് തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ആ ഉണ്ണിയെ മുകളിലേക്ക് ഇരിക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ അടയ്ക്കുമ്പോൾ ഒക്കെ അതുപോലെ മസാല ആ ഉണ്ണിയിലേക്ക് പിടിക്കണ്ടേ, അതിനും കൂടെയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കോണോട് കോണ് ഇതും അടക്കണം. ഓരോ പപ്സിൻ്റെ ഇതും ഇങ്ങനെ കോണോട് കോൺ മടക്കിയെടുക്കണം. ഇനി ഇതിൽ ഞാൻ പറഞ്ഞില്ലേ മുട്ട മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത്, അതിങ്ങനെ പതിയെ ബ്രഷ് കൊണ്ട് തടവി കൊടുക്കണേ. ആ കണ്ടിട്ടില്ലേ പപ്സിൻ്റെ മുകൾ ഭാഗം ഒരു തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നുമല്ലേ. ചിലരതിന് ബട്ടർ പുരട്ടുന്നവരും ഉണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞങ്ങളത് ഉണ്ടാക്കിയപ്പോൾ ബട്ടർ പുരട്ടിയപ്പം അത് കണ്ടമാനം മുരിഞ്ഞു പോയായിരുന്നേ. ഇത് നമ്മൾ മുട്ട പുരട്ടുമ്പോൾ അത്രയില്ല, എന്നാൽ നല്ലൊരു കളറും ഉണ്ടാകും. മുട്ടയുടെ ചുവപ്പും കൂടെ കൂടിയുള്ളതല്ലേ, അപ്പം അത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു കളറുണ്ടാകും, നല്ലപോലെ മുരിഞ്ഞും കിട്ടും കേട്ടോ. അപ്പം ഇത് ഓരോന്നും ഇങ്ങനെ മുട്ട തേച്ച് ബ്രഷ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതെല്ലാം ഒരു ട്രേയിലേക്ക് ഒരു പേപ്പറൊക്കെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഈ ട്രേയിൽ ഇത് അടുക്കി വയ്ക്കുക. പ്രീഹീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഓവനകത്തോട്ട് വേണം, പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തോട്ട് നമ്മളൊരു 10 മിനിറ്റ് മതി കേട്ടോ ശരിക്കും. പിന്നെ ഒരു കാര്യം, ഓവനെ അനുസരിച്ചിരിക്കുവേ, അത് ഓവനകത്ത് നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ ആ നിറം ഒരു സൈഡ് ശരിയായിട്ടുണ്ട്, അത് മറിച്ചും കൂടെ ഒന്ന് വയ്ക്കണം. അപ്പോൾ ഓരോ ഓവൻ്റെ ഹീറ്റിൻ എങ്ങനെയാണെന്ന് നമ്മൾ ഉപയോഗിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളത് നോക്കണം. നോക്കിയാൽ എല്ലാ പപ്സും നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സായിരുന്നു. അപ്പം നിങ്ങൾ ഇങ്ങനത്തെയുള്ള റെസിപ്പികളൊക്കെ ഇനിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കിയാലേ പുതിയ റെസിപ്പികൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഇനി ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെ.